Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് tresleches cake ആണ്. ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 5 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. അതിന്റെ വെള്ളയും മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ആണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 5 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1/4 കപ്പ് പഞ്ചസാര നമുക്ക് കുറച്ചായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. 5 മുട്ടയ്ക്ക് 1 കപ്പ് മൈദ എന്ന അളവിലാണ് നമ്മൾ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര നമ്മൾ മുട്ടയുടെ മഞ്ഞയിലേക്കും 1/4 കപ്പ് പഞ്ചസാര മുട്ടയുടെ വെള്ളയിലേക്കും മിക്സ് ചെയ്തെടുക്കും. ഇതിലോട്ടേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും 1/3 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കളർ ഒന്ന് പെയിൽ ആയി വരുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ എഗ് വൈറ്റ് ആണ് എടുക്കുന്നത്. 5 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്ററിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇത് നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്ക് നമുക്ക് ഓവൻ ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിൻ ഞാൻ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ടേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞാൻ ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി നമ്മുടെ പാനിൽ ഒരു റിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ചെറിയ തീയിൽ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്കിൽ ഞാൻ ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. tresleches കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ച് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ tresleches എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 3 മിൽക്ക് കേക്കാണ്. അപ്പോൾ ഇതിനു വേണ്ടി നോർമൽ മിൽക്കും ഇവാപ്പറേറ്റഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കാണ് ആവശ്യമായിട്ടുള്ളത്. നോർമൽ പാല് തന്നെ 10 മിനിറ്റോളം കുറുക്കിയെടുത്തതാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക്. അപ്പോൾ ഞാനിവിടെ ഇവാപ്പറേറ്റഡ് മിൽക്കും നമ്മുടെ നോർമൽ മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവാപ്പറേറ്റഡ് മിൽക്കിന് പകരം ഹെവി ക്രീമോ വിപ്പിംഗ് ക്രീമോ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ മുകളിൽ ഫോർക്കിനോടൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ പാല് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം.
അപ്പോൾ കേക്ക് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.